അല്ല ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മലങ്കര ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന എൻട്രൻസ് വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. രണ്ടിടത്തെയും കാഴ്ചകൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവിടെ വന്നാൽ ഡാമിൻ്റെ ഭംഗി നമ്മൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ വന്ന് ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒന്ന് കാണാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മലങ്കര ഡാമിൻ്റെ അടുത്ത എൻട്രൻസിലേക്ക് പോയിട്ടോ. ഇവിടെ കയറുന്നതിന് നമ്മൾ പാസ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് ഏകദേശം 20 രൂപയാണ് കേട്ടോ പാസ് വന്നിട്ട്. അതുപോലെ പാർക്കിങ്ങിനും ക്യാമറ കയറ്റുന്നതിനും പാസ് ഉണ്ട് കേട്ടോ. ഇവിടെ മലങ്കര പാർക്കും അതുപോലെ തന്നെ മലങ്കര ഡാമിൻ്റെയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഫോണും ക്യാമറയൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. ഫാമിലിയും മക്കളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ മലങ്കര പാർക്ക്. ഒത്തിരി റൈഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എന്തൊക്കെ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടികൾ മാത്രമേ ഇതിൽ കയറാവുള്ളൂ എന്ന്. പിന്നെ കുട്ടികൾ ഒരു ആഗ്രഹം പറയുമ്പോൾ എന്താ ചെയ്യാലേ. ശരിക്കും പറഞ്ഞാൽ പാർക്കിൽ നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് പുഴയുടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക രസമായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാനാട്ടോ പോയത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.